നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കയ്പമംഗലത്ത് കടൽക്ഷോഭത്തിൽ വള്ളങ്ങൾ തകർന്ന് 3 പേർക്ക് പരിക്ക്. കോൺഗ്രസ് പെരിഞ്ഞനം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥി പ്രതിഭകളെ ആദരിക്കലും പുരസ്കാര സമർപ്പണവും നടത്തി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. കയ്പമംഗലത്ത് കടൽക്ഷോഭത്തിൽ വള്ളങ്ങൾ തകർന്ന 3 പേർക്ക് പരിക്ക്. വഞ്ചിപ്പുര കടപ്പുറത്ത് നിന്നും മത്സ്യബന്ധനത്തിന് പോയ 3 വള്ളങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. ഞായറാഴ്ച രാവിലെ 6 മണിയോടെയാണ് സംഭവം. വഞ്ചിപ്പുരയിൽ നിന്നും 300 മീറ്റർ അകലെ വെച്ചാണ് വലിയ തിരമാലയിൽപ്പെട്ട് വള്ളങ്ങൾ മറിഞ്ഞത്. 2 മണിക്കൂറോളം കടലിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ 9 മണിയോടെയാണ് കരയിലെത്തിക്കുവാൻ കഴിഞ്ഞത്. എഞ്ചിനും വലകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപകടത്തിൽ പരിക്കേറ്റ കൈതവളപ്പിൽ രാജേഷ്, പോണത്ത് ഷാജികുമാർ, കോഴിപ്പറമ്പിൽ സുരേഷ് കുമാർ എന്നിവരെ 3 പീടികയിലെ ഗാർഡിയൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അയിരൂർ ചോതി, ഗണേശൻ എന്ന മുറിവെള്ളം, സജീവൻ മുറിവെള്ളം എന്നീ വള്ളങ്ങളാണ് തകർന്നത്. 9 പേരാണ് വള്ളങ്ങളിൽ ഉണ്ടായിരുന്നത്. ഏകദേശം 8 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. സംഭവം അറിഞ്ഞ് ET ടൈസൺ മാസ്റ്റർ MLA സ്ഥലത്തെത്തിയിരുന്നു. കോൺഗ്രസ് പെരിഞ്ഞനം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥി പ്രതിഭകളെ ആദരിക്കലും പുരസ്കാര സമർപ്പണവും നടത്തി. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ സാഹിത്യ നിരൂപകൻ ബാലചന്ദ്രൻ വടക്കെടുത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ചരിത്രത്തിൽ ഇന്ത്യയുടെ സാംസ്കാരിക അന്തരീക്ഷത്തിൽ ആ കാലഘട്ടത്തിലുള്ള കർഷക തൊഴിലാളികൾ, ദരിദ്ര വിഭാഗങ്ങൾ, ദളിത് വിഭാഗങ്ങൾ, പിന്നോക്ക സാമുദായികമായിട്ടുള്ള പ്രശ്നങ്ങൾ, മതേതരത്വത്തിന് വേണ്ടിയിട്ടുള്ള പുതിയ കാഴ്ചപ്പാടുകൾ, ജനാധിപത്യം എന്ന് പറയുന്ന മൂല്യബോധം, ഇങ്ങനെ അനവധി കാര്യങ്ങൾ ഒരു സാമ്രാജ്യത്വത്തിൻ്റെ കീഴിൽ നിന്നിരുന്ന ജനതയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അത്തരം സാംസ്കാരിക മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്തൊരു പ്രസ്ഥാനം, അതിൻ്റെ പെരിഞ്ഞനം പഞ്ചായത്ത് കമ്മിറ്റി ഈ വിദ്യാർത്ഥികളെ അനുമോദിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഒരു സാംസ്കാരിക ദൗത്യം എന്ന രീതിയിൽ ഞാനതിനെ കാണുന്നത്. അപ്പം അതുകൊണ്ട് ഇവിടെ ഈ പുരസ്കാരത്തിന്റെ ദേശീയതകളെ അടയാളപ്പെടുത്തലാണുള്ളത്, പാർട്ടികൾ അടയാളപ്പെടുത്തലല്ല. മണ്ഡലം പ്രസിഡന്റ് KC പ്രദോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. TK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. DCC ജനറൽ സെക്രട്ടറി CC ബാബുരാജ്, പഞ്ചായത്ത് അംഗങ്ങളായ KK കുട്ടൻ, റീജ ദാസൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുഷമ കൊല്ലാറ, KV ചന്ദ്രൻ, CP ഉല്ലാസ്, KS പങ്കജാക്ഷൻ, TKB രാജ് തുടങ്ങിയവരും സംസാരിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം നടത്തി. പെരിഞ്ഞനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സംഗമം ET ടൈസൺ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. എല്ലാ മതങ്ങളിലെയും നമുക്കറിയാം, കേരളം എന്ന് പറയുന്നത് തത്തമായ സംസ്കാരമുള്ള പാരമ്പര്യമുള്ള നാടാണ്, ഭാരതമാണ് അല്ലെ. ഇൻഡസ് വാലി സിവിലൈസേഷനെ പോലെ, സിന്ധു നദിയുടെ സംസ്കാരത്തെ പോലെ മെച്ചപ്പെട്ട ഒരു സംസ്കാരവും ലോകത്തിന് മുമ്പിൽ. പലപ്പോഴും ഈജിപ്ഷ്യൻ സംസ്കാരവും മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തെ കുറിച്ചൊക്കെ പറയുന്ന കൂട്ടത്തിൽ മുമ്പിൽ വെക്കാൻ കഴിയുന്നത്, അല്ല അതിനേക്കാളൊക്കെ ഉയർന്ന രീതിയിൽ ഉള്ള സംസ്കാരത്തിന്റെ ഉടമകളാണ് നമ്മൾ. അതില് മറ്റൊന്നിന്റെയും പ്രത്യേകത. പഞ്ചായത്ത് പ്രസിഡന്റ് KK സച്ചിത്ത് അധ്യക്ഷത വഹിച്ചു. TV വിനോദ് മാസ്റ്റർ, സിസ്റ്റർ നിസി, അബ്ദുൽ ഹസീബ് മദനി, ഡോക്ടർ അൻസാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സായിദ മുത്തുക്കോയത്തങ്ങൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA സുധീർ, പഞ്ചായത്ത് സെക്രട്ടറി CM പ്രേമാനന്ദ് എന്നിവരും സംസാരിച്ചു. ചടങ്ങിൽ നിർധനരായവർക്ക് റംസാൻ കിറ്റ് വിതരണവും ഉണ്ടായിരുന്നു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ സൗഹൃദ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കരനെൽ കൃഷി ആരംഭിച്ചു. ചക്കരപ്പാടം ഞാറക്കൽ റഷീദിന്റെ സ്ഥലത്താണ് ജ്യോതി വിത്ത് ഉപയോഗിച്ച് നെൽകൃഷി ആരംഭിച്ചത്. പഞ്ചായത്ത് അംഗം ദിലീപ് കരുവത്തിൽ ഉദ്ഘാടനം ചെയ്തു. തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള പുതിയ നയം ഏറ്റെടുത്തതിൻ്റെ ഭാഗമായി പെരിഞ്ഞനം പഞ്ചായത്തിൽ വ്യാപകമായി കരനെൽ കൃഷി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് 8ാം വാർഡിൽ ഈ കരനെൽ കൃഷിയുടെ വിത്ത് നടൽ പരിപാടി ഇന്നിവിടെ നടക്കുന്നത്. സംഘം പ്രസിഡന്റ് CK അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കർഷകരായ വേലായുധൻ പടിയത്ത്, പ്രഭാകരൻ തണ്ടാമ്പറമ്പിൽ, ലീല ചെമ്പിപ്പറമ്പിൽ എന്നിവർ ചേർന്ന് വിത്ത് വിതച്ചു. സുജിത സലീഷ്, TK ഉണ്ണി, മുഹമ്മദ് എള്ളുംപറമ്പിൽ, സലീം എന്നിവരും സംസാരിച്ചു. SNDP യോഗം കയ്പമംഗലം ബീച്ച് ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഗുരുദേവ വിഗ്രഹ സമർപ്പണ വാർഷികാഘോഷവും പുസ്തക വിതരണവും നടത്തി. SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. മറഞ്ഞൊക്കുന്ന ഒരുപാട് പരിപാടികൾ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നടത്തുന്നു.
കാരണം പരാജയം കൊണ്ടപ്പം അത് ഇവിടുത്തെ ഈഴവ സമുദായത്തിന്റെ അടിയൊഴുക്ക് നിയന്ത്രിക്കാത്തത് കൊണ്ടാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടായപ്പോ തീർച്ചയായും ഇത്രയും വലിയൊരു മാറ്റം ഈ മേഖലയിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ വെറും കുറച്ച് കാലം കൂടി നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്നും വ്യതിചലിക്കാതെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. ഒപ്പം ഈ അവാർഡ് ദാനം അതുപോലെ തന്നെ നമ്മുടെ ഈ വരുന്ന 2-ാം തീയതി നമ്മുടെ നാട്യ യൂണിയൻ എല്ലാ വർഷവും ശാഖാ പ്രസിഡന്റ് ശങ്കരനാരായണൻ കളപ്പുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. ബോർഡ് മെമ്പർ ജയന്തൻ പുത്തൂര് ആമുഖ പ്രഭാഷണം നടത്തി. യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പള്ളി, മുൻ പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ മരത്തഴത്തിന്റെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. രവീന്ദ്രൻ പുളിപ്പറമ്പിൽ, ബിനോയ് പണപറമ്പിൽ, സുഗതൻ കണ്ടങ്ങത്ത്, രാജീവ് പുത്തൂർ, രമേശ് കണ്ണമറമ്പിൽ തുടങ്ങിയവരും സംസാരിച്ചു. ഇടവേള.